വിവിധ കേന്ദ്രങ്ങളിലായി സമീപ പ്രദേശത്തെ ജനപ്രതിനിധികളെയും സാംസ്കാരിക നായകരെയും മാതാപിതാക്കളെയും കുട്ടികളെയും ഉൾച്ചേർത്തുകൊണ്ട് വാകക്കാട് സെന്റ് അൽഫോൻസ ഹൈസ്കൂൾ സംഘടിപ്പിച്ച പഠന ശാക്തീകരണ കൂട്ടായ്മ ശ്രദ്ധേയമായി. സമീപ പ്രദേശത്തുള്ള കുട്ടികളും മാതാപിതാക്കളും ഒരു കേന്ദ്രത്തിൽ ഒന്നിച്ചുകൂടുകയും കുട്ടികളുടെ സമഗ്രമായ വികസനത്തിന് ആവശ്യമായ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച നടത്തുകയും ചെയ്തു. 9 കേന്ദ്രങ്ങളിലായി നടത്തിയ കൂട്ടായ്മയിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു. നരിമറ്റത്ത് വെച്ച് നടന്ന പഠന ശാക്തീകരണ കൂട്ടായ്മ മൂന്നിലവ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റീന റെനോൾഡ്, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ലിൻസിമോൾ ജെയിംസ്, ഇത്തമ്മ മാത്യു എന്നിവർ ചേർന്നു. കളത്തൂക്കടവിൽ നടന്ന കൂട്ടായ്മ ഈരാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജെറ്റോ ജോസഫ്, തലപ്പലം ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജോമി ബെന്നി എന്നിവർ ചേർന്നു. വാകക്കാട് വെച്ച് നടന്ന കൂട്ടായ്മ മേലികാവ് ഗ്രാമപഞ്ചായത്ത് അംഗം അലക്സ് ടി ജോസ്, മൂന്നിലവ് ഗ്രാമപഞ്ചായത്ത് അംഗം ജോളി ടോമി എന്നിവർ ചേർന്നും ഉദ്ഘാടനം ചെയ്തു. തലനാട് വെച്ച് നടന്ന കൂട്ടായ്മ തലനാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോളി ഷാജി ഉദ്ഘാടനം ചെയ്തു. ഇടമറകിൽ നടന്ന കൂട്ടായ്മ ഈരാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജെറ്റോ ജോസഫ്, മേലികാവ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ജോസ് എന്നിവർ ചേർന്നും മേലികാവ് മറ്റത്ത് നടന്ന കൂട്ടായ്മ ഈരാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ്മ ഫെർണാണ്ടസ്, ഗ്രാമപഞ്ചായത്ത് മെമ്പർ ബിൻസി ടോമി എന്നിവർ ചേർന്നും ഉദ്ഘാടനം ചെയ്തു. മേച്ചാലിൽ വെച്ച് നടന്ന കൂട്ടായ്മ PTA പ്രസിഡന്റ് ജോസ് കിഴക്കേക്കര ഉദ്ഘാടനം ചെയ്തു. തടിക്കാട് നടന്ന കൂട്ടായ്മ മേലികാവ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഷീബാമോൾ ജോസഫ്, ഷൈനി ബേബി എന്നിവർ ചേർന്നും പൈസ് മൗണ്ടിൽ നടന്ന കൂട്ടായ്മ മേലികാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് കോന്നുകുന്നേൽ, മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം സണ്ണി മാത്യു, വടക്കേ മുളഞ്ഞനാൽ എന്നിവർ ചേർന്നും ഉദ്ഘാടനം ചെയ്തു. പരിപാടികൾക്ക് സ്കൂൾ മാനേജർ ഫാദർ മൈക്കിൾ ചീരാങ്കുഴി, PTA പ്രസിഡന്റ് ജോസ് കിഴക്കേക്കര, ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ടെസ് എന്നിവരോടൊപ്പം അധ്യാപകരും PTA ഭാരവാഹികളും ചേർന്ന് നേതൃത്വം നൽകി. ഐഫോറിയ ന്യൂസ്, പാല.